അബുദാബിയിലും ദുബായിലും ജാഗ്രതാ നിർദ്ദേശം. ഇറാൻ ആക്രമണം ചെറുക്കുന്നതായി UAE അതിനിടയിൽ വ്യക്തമാക്കുന്നുണ്ട്. മൊബൈലുകൾ അലർട്ട് മെസ്സേജുകൾ വരുന്നു. സുരേഷ് വെളിമറ്റമുണ്ട്. സുരേഷ്, ഈ അലർട്ട് മെസ്സേജുകളെ എത്രത്തോളം ഗൗരവത്തിൽ കാണണം? എന്താണ് ഇപ്പോഴത്തെ രാത്രിയിലെ സാഹചര്യം? രതീഷ്, രാവിലെ നമ്മൾ കണ്ടിരുന്നത് പോലെ അല്ല ഇപ്പോൾ GCCയിൽ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ച് UAE തലസ്ഥാനമായിട്ടുള്ള അബുദാബിയിൽ വൈകുന്നേരം വലിയ സ്ഫോടന ശബ്ദമൊക്കെ കേൾക്കുന്നു. അതോടൊപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തന്നെ ഒരു സ്ഥിരീകരണം, മിസൈൽ ആക്രമണ ശ്രമം നടക്കുന്നു, അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലാണ്, എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഒരവസ്ഥ ഇപ്പോൾ വൈകുന്നേരം UAEയിലുണ്ട്. മാത്രമല്ല ദുബായ്, അബുദാബി, അതോടൊപ്പം തന്നെ ഫുജൈറ, ഇങ്ങനെ എല്ലാ എമിറേറ്റുകളിലും താമസിക്കുന്ന ആളുകൾക്കാണ് ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം, ഇപ്പോൾ മൊബൈൽ സന്ദേശം വന്നിട്ടുള്ളത്. തുറസായ സ്ഥലങ്ങളിൽ ആളുകൾ പോകുന്നത് ഉപേക്ഷിക്കുക, പരമാവധി ആളുകൾ തൊട്ടടുത്തുള്ള സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറുക, ജനലിന്റെ അടുത്തോ അതോടൊപ്പം തന്നെ ബാൽക്കണിയിലോ തുറസായ സ്ഥലങ്ങളിലോ ഒന്നും നിൽക്കുന്നത് ഒഴിവാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ആ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അല്പം ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ബഹ്റൈനിലും ആക്രമണം നടന്നതായി ഒരു റിപ്പോർട്ടുണ്ട്. ഖത്തറിൽ നിന്നും അലർട്ട് വരുന്നുണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് രാവിലെ ആക്രമണം ഉണ്ടായിരുന്നു. 3 മിസൈൽ ആക്രമണ ശ്രമങ്ങളാണ് സൗദി അറേബ്യയ്ക്ക് നേരെ നടന്നത്. അത് പ്രതിരോധിക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ഒറ്റപ്പെട്ട ആക്രമണ സംഭവങ്ങളാണെങ്കിലും ഈ മേഖലയിൽ ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണം നടക്കുന്നു എന്ന് തന്നെയാണ്. മാത്രമല്ല UAEക്ക് നേരെ ഇന്നുണ്ടായ 131 ആക്രമണ ശ്രമങ്ങളാണെന്ന് അധികൃതർ സ്ഥിരീകരിക്കുന്നുണ്ട്. 125 ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ, അതോടൊപ്പം തന്നെ 6 മിസൈൽ ആക്രമണ ശ്രമങ്ങൾ. ഇതിൽ ഒരു മിസൈൽ മാത്രമാണ് പതിച്ചത്, മറ്റുള്ളവരൊക്കെ നിർവീര്യമാക്കിയെന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഖത്തറിലാണെങ്കിലും നിരവധി ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായി എന്ന് ഇന്ന് അധികൃതർ സ്ഥിരീകരിക്കുന്നു. ഈ മേഖല ഒരു വലിയ സംഘർഷാവസ്ഥ അല്ലെങ്കിൽ പോലും അത്രയ്ക്ക് സമാധാനത്തിലല്ല ഇപ്പോൾ ഈ നിമിഷത്തിലുള്ളത്.